ആധാർ അധിഷ്ഠിത തസ്തിക നിർണയത്തിലൂടെ ഒരു അധ്യാപകർക്കും ജോലി നഷ്ടപ്പെടാൻ പാടില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഒരു കുട്ടിക്കും വിദ്യാഭ്യാസ അവകാശവും നഷ്ടപ്പെടാൻ പാടില്ല. വിഷയം പഠിക്കാൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ ആധാർ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ 4000-ലധികം അധ്യാപക തസ്തികകളും ഇല്ലാതാകുമെന്ന് 24 റിപ്പോർട്ട് ചെയ്തിരുന്നു. ആധാർ കാർഡ് ആണ് ഇപ്പോൾ ഒരു രേഖയായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. പലപ്പോഴും ബഹുമാനപ്പെട്ട അങ്ങ് സൂചിപ്പിച്ചതുപോലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ആധാർ കാർഡ് ഹാജരാക്കാൻ വേണ്ടി കഴിയുന്നില്ല. ഒരു ക്ലാസ്സിൽ 2 കുട്ടികളുടെ ആധാർ കാർഡ് ഹാജരാക്കാൻ വേണ്ടി കഴിഞ്ഞില്ലെങ്കിൽ 2 കുട്ടികളുടെ കുറവുണ്ടായിട്ട് രേഖപ്പെടുത്തും. ചിലപ്പോൾ 2 ടീച്ചർമാർ ഔട്ടാവുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായി തന്നെ ഇതിനെ എങ്ങനെ പരിഷ്കരിക്കാം എന്നതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കും. ഗവൺമെൻറ് നയം ഒരു വിദ്യാർത്ഥിയും അവർക്ക് പഠനം നഷ്ടപ്പെടാൻ പാടില്ല. ഒരു അധ്യാപകരും അവരുടെ 6, 7, 8 വർഷക്കാലം സീനിയോറിറ്റിയുള്ള ജോലി നഷ്ടപ്പെടാൻ വേണ്ടി പാടില്ല. ഒരു നയസമീപനം ഗവൺമെൻറ് സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുകയാണെന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങളുമായി ഉള്ളത്. ഉമേഷ്, ഈ അധ്യാപകരുടെ ഇടയിൽ വലിയ ആശങ്കയുണ്ടാക്കിയ സംഭവമായിരുന്നു ഇത്. കാരണം ഈ ആധാർ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾ ആധാർ അപ്ഡേറ്റ് ചെയ്ത് നൽകിയിട്ടില്ലെങ്കിൽ അത് അധ്യാപകരുടെ തൊഴിൽ നഷ്ടത്തിലേക്ക് ഇടവെക്കുന്ന ഒരു സാഹചര്യം. ഇതിൽ ഏത് തരത്തിലുള്ള പരിശോധന നടത്തും എന്നാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയ്ക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്? ഈ പ്രശ്നം ഇതൊരു പ്രതിസന്ധിയായി മാറില്ല എന്ന ഉറപ്പാണോ അദ്ദേഹം സഭയിൽ നൽകിയിരിക്കുന്നത്? ജിക്ക് അത്രത്തോളം പൂർണ്ണമായ ഉറപ്പ് മന്ത്രി നൽകിയിട്ടില്ല. നിലവിൽ ശാസ്ത്രീയമായ വിഷയം പരിഹരിക്കണം എന്നുള്ളതാണ് മന്ത്രിയുടെ അഭിപ്രായം. കാരണം ഇതൊരു പ്രധാന വിഷയമാണ്. കാരണം 1-2 കുട്ടിയുടെ പ്രശ്നമല്ല ഇത് നിലവിൽ കണക്ക് വന്നിരിക്കുന്നത് 56,000-ലധികം വിദ്യാർത്ഥികൾക്ക് ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതായത് സംസ്ഥാനത്തുള്ള 30 ലക്ഷത്തിലധികം പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന 30 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളിൽ 56,000-ലധികം വിദ്യാർത്ഥികൾ ഇപ്പോൾ ആ പട്ടികയിൽ നിന്ന് പുറത്താണ്. സ്വാഭാവികമായി വിദ്യാർത്ഥികളുടെ എണ്ണം അനുസരിച്ചാണ് ഒരു ക്ലാസ്സിൽ എത്ര അധ്യാപകർ വേണം, ഒരു സ്കൂളിൽ എത്ര അധ്യാപക തസ്തികകൾ നൽകണം, എത്ര അധ്യാപകർ വേണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തീരുമാനമെടുക്കുക. നിലവിൽ ഈ വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞത് പ്രകാരം 4090 അധ്യാപകരുടെ കുറവുണ്ടാകുമെന്നാണ് പ്രാഥമികമായ കണക്ക്. നിലവിൽ പല സ്കൂളുകളിലും ഒരുപക്ഷെ വിവിധ സ്കൂളുകളിൽ ഈ തസ്തികകൾ വെട്ടിച്ചുരുക്കുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. കഴിഞ്ഞ വർഷം വരെ ആധാറിനൊപ്പം പ്രിൻസിപ്പലിന്റെ സാക്ഷ്യപത്രം അടക്കം പരിഗണിച്ചിരുന്നു. പക്ഷേ ഇത്തവണയാണ് ആധാർ മാത്രം എന്നുള്ള നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിയത്. സ്കൂൾ തുറന്ന് 6ാമത്തെ പ്രവൃത്തി ദിനം ആധാർ പൂർണ്ണമായി അപ്ഡേറ്റ് ചെയ്യണം എന്നായിരുന്നു നിർദ്ദേശം. അത് നീട്ടി നൽകാൻ പോലും വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായിരുന്നില്ല. ഇതേ തുടർന്നാണ് ഈ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഒരു സബ് കമ്മിറ്റിയെ ഇത് വിഷയം പഠിക്കാൻ നിയോഗിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അടക്കുന്ന സബ് കമ്മിറ്റി ഈ വിഷയം പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി സ്വീകരിക്കുക. ഇപ്പോഴും പ്രതിസന്ധി അതേ രീതിയിൽ തുടരുകയാണ്. ജിക്കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.